UPSC Prelims previous year question paper gives you two superpowers. First of all, it gives you an idea about the priority areas of UPSC. Not only that, it also provides the aspects and depth with which you have to explore each of these priority areas. നമുക്ക് പലപ്പോഴും ഏതൊക്കെ ഏരിയാസാണ് ടോപ്പിക്കാണ് വരുന്നത് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. പക്ഷേ അത് എത്രമാത്രം ഡെപ്തിൽ പഠിക്കണം, അതിൻ്റെ ഏതൊക്കെ ആസ്പെക്റ്റാണ് നോക്കേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് ഐഡിയ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഏരിയയോടൊപ്പം തന്നെ ആ ഏരിയയിൽ ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിൽ ഒരുപാട് പങ്കെടുക്കുക എന്നുള്ളതാണ്. പതുക്കെ നമ്മൾ പ്രിലിംസിൻ്റെ പാറ്റേണിലേക്ക് അസിമിലേറ്റഡ് ആവും. ആ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് ഫോക്കസ്ഡ് ആവും. എന്നാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായൊരു ട്രെയിനിങ് കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ലീഡ് IAS ഇത്തവണ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിലിംസ് റെഡിനെസ് ടെസ്റ്റ്. പ്രിലിംസ് റെഡിനെസ് ടെസ്റ്റ് ഇൻ സിമ്പിൾ വേർഡ്സ് ഇസ് എ ടെസ്റ്റ് ഓൺ പ്രിലിംസ് ഇറ്റ് സെൽഫ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിനനുസരിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ്. സോ ഐ വുഡ് സേ ദ സ്കോർ ദാറ്റ് യു ഗെറ്റ് ഇൻ അവർ പ്രിലിംസ് റെഡിനെസ് ടെസ്റ്റ് could be an early predictor of your prelim success, or the score could be a good signifier that tells you to focus more on PYQs. So I would invite all of you to attempt Lead IAS Prelims Readiness Test to evaluate your understanding on previous year questions. And second most important thing, previous year questions gives you a good clarity on the resources that you need to follow. കാരണം പ്രിലിംസിൻ്റെ ട്രെൻഡ്സ് പാറ്റേൺ ഏകദേശം സെയിം ആണ് അക്രോസ് ഇയേഴ്സ്. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ പ്രിലിംസിൽ ഉണ്ടാവുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മുടെ പഠനം ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ട്രെൻഡ് നോക്കിയിട്ട് നമ്മുടെ റിസോഴ്സ് മെറ്റീരിയലും നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഓരോ ടെസ്റ്റിനു മുമ്പും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടുന്ന റിസോഴ്സുകൾ കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന വാമപ്പ് സെഷൻസ് നമ്മൾ പ്രിലിംസ് സ്കിൽ ടെസ്റ്റ് സീരീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യയുടെ ഒരു ടെസ്റ്റ്. മോഡേൺ ഇന്ത്യക്ക് നിങ്ങൾക്ക് പലരും പഠിക്കാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം രാജീവ് വഹീറിൻ്റെ സ്പെക്ട്രം ബുക്കാണ്. പക്ഷേ ഈ കഴിഞ്ഞ 3 കൊല്ലത്തെ മോഡേൺ ഇന്ത്യൻ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചോദ്യങ്ങളേ ഉള്ളൂ. അത് മാത്രമല്ല, അതിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും ഈ പറയുന്ന സ്പെക്ട്രം ബുക്കിൽ കണ്ടെത്താനും ആവില്ല. അതുകൊണ്ട് തന്നെ മോഡേൺ ഇന്ത്യ പോലെയുള്ള ഒരു സബ്ജക്റ്റ് ഇനി പഠിക്കുമ്പോൾ രാജീവ് വഹീറിൻ്റെ സ്പെക്ട്രം ബുക്ക് മുഴുവൻ വായിക്കണോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ട്രെൻഡ് മനസ്സിലാക്കി നിങ്ങൾ വായിക്കേണ്ട റിസോഴ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രിലിംസിൻ്റെ മാർക്കും ഒപ്റ്റിമൈസ്ഡ് ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾ വായിക്കേണ്ട റിസോഴ്സിലും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ UPSC പ്രിലിംസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന പ്രിലിംസ് സ്കില്ലർ പ്രോഗ്രാം നിങ്ങളെ പ്രിലിംസ് സക്സസിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും.